അതിന് ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിന് ശേഷം അതിലൊരു സംശയം വരാത്ത രീതിയിൽ. അപ്പോൾ ഡൗട്ട് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഷെഡ്യൂളിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഫസ്റ്റ് എനിക്ക് കിട്ടിയത് നെഗറ്റീവാണ്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് ബ്രില്യൻറ്റിൽ നിന്നുണ്ടായ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആസ് എ പേരൻറ്റ് ഇത്രയും നാൾ പഠിച്ചെങ്കിലും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അത് ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം. 12th നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പഠിച്ചു, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിന് കോമ്പറ്റേറ്റീവ് എക്സാമിൽ, ഒരു എൻട്രൻസ് എക്സാമിൽ എങ്ങനെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ആൻസർ കൊണ്ടുവരേണ്ടത്? സാറിനെ സത്യം പറഞ്ഞാൽ ബ്രില്യൻറ്റിന്റെ സാർ അസറ്റാണ്. കാരണം സാറിന്റെ ഓരോ മോട്ടിവേഷൻ സ്പീച്ച്, സാർ ഓരോ വീഡിയോസ് ഇടുന്നത് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിൽ ഇരുന്ന് നമുക്കൊരു ഇന്ററാക്ഷൻ, ഒരാൾ നമുക്ക് ഡയറക്റ്റ് ഗൈഡൻസ് തരുന്നു. അത് പറയാതിരിക്കാൻ പറ്റൂല. അവരാണ് ഓരോ സ്റ്റെപ്പിലും ഓക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള സമയമായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ബ്രില്യൻ്റ് വരുന്ന മെറ്റീരിയൽ തന്നെ ഞാൻ പുറത്തുനിന്ന് ഒരു ബുക്ക് തൊട്ടിട്ടില്ല. റെഫറൻസിന് പോകുമായിരുന്നു, പക്ഷെ റെഫറൻസ് ഹോളിൽ പോയാൽ പോലും ഞാൻ വേറൊരു ബുക്ക് തൊട്ടിട്ടില്ല. ചേച്ചിയുടെ പാത തന്നെ തുടരുന്ന, അല്ലെങ്കിൽ ചേച്ചിയെ കണ്ട ഇൻസ്പയർ ആയിട്ട് വേറെ ഒന്നും നോക്കണ്ട, ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കണം, നമുക്ക് ഇങ്ങനെ തന്നെ പോയേക്കാന്നുള്ളത് മോൻ്റെ കോൺഫിഡൻസിൽ തന്നെ ആൾ വന്നതാണ്. പിന്നെ പാരൻസും എല്ലാവരും ഇത്ര സപ്പോർട്ട് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളും ഉറപ്പായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആർമിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓൾ ഇന്ത്യ നമ്മൾ കുറേ ഇത് കണ്ടു. അതിൽ ഞാൻ വീണ്ടും പേരൻസിനോട് പറയുന്നു, ബെസ്റ്റ്. ഫസ്റ്റ് ഇവൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൾ കരഞ്ഞു, അമ്മ എനിക്കൊന്ന് കാണണം. അപ്പം ഞാൻ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കോർഡിനേറ്റേഴ്സിനെ കാണാൻ പോയപ്പോൾ മാഡം ധൈര്യമായിട്ട് പോകും, അവൾ കയറിയിട്ടേ ഉള്ളൂ, അവൾ കയറും, അവൾ ഈ വർഷം വാങ്ങിച്ചിരിക്കും. ആ ഒരു സാറിൻ്റെ കോൺഫിഡൻസ് നമുക്ക് തരുന്നത്, കാരണം ആ ഒരു അഷ്വറൻസ് ശരിക്കും ധൈര്യം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിയെ അത്രത്തോളം ബ്രില്യൻ്റ് എടുത്തിട്ട് അത്രത്തോളം മനസ്സിലാക്കി ആ കുട്ടിക്ക് എന്താണോ പോരായ്മ അത് ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇവള് 100% ഇപ്രാവശ്യം MBBS കയറിയിരിക്കും. കാരണം അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി. കാരണം കിട്ടുന്നത് നമ്മുടെ കുട്ടികൾ പഠിച്ച് എക്സാം എഴുതുന്നത്. കാരണം ആ ഒരു കോൺഫിഡൻസിന് പേരൻസിന് തരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മോഡൽ എക്സാംസ് ശരിക്കും എന്നെ ആ റെഫറൻസ് ഒരു സൗകര്യം എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടെടുത്തോളം ബ്രില്യൻ്റ് വരുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രം മതി. ഫെസിലിറ്റിയും സപ്പോർട്ടും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് നമ്മുടെ നീറ്റ് 2024 എൻട്രൻസ് എക്സാമിൽ 660 മാർക്ക് കരസ്ഥമാക്കിയ ജയപ്രിയാണ്. നമ്മുടെ ബ്രില്യൻറ്റിലെ ഒരു റിപ്പീറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ജയപ്രിയ ഉണ്ട്, ജയപ്രിയയുടെ അമ്മയുണ്ട്. രണ്ടുപേരെയും നമുക്ക് ഒരു നല്ലൊരു വാം വെൽക്കം നൽകിയാണ്. മാം സ്വാഗതം, മോളെ സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. 660 ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോ ഫസ്റ്റത്തെ ഒരു ഇത് തന്നെ എങ്ങനെയായിരുന്നു, ഈ ഒരു 660ലേക്കുള്ള ഒരു ജേർണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നീറ്റിന്റെ ഒരു റിപ്പീറ്റർ ലൈഫിലോട്ട് കടക്കുമ്പോൾ ഇങ്ങനെ ഇത് വേണം എന്നൊരു ഭയങ്കര ഒരു ആഹ്ലാദം ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ആ ഒരു തീ എന്നിൽ ഉണർത്തിയത് ഇവിടെ ബ്രില്യൻ്റ് വന്നതിന് ശേഷമാണ്. നീറ്റ് എനിക്ക് പറ്റും, MBBS എന്നൊരു സ്വപ്നം പൂർണ്ണമാക്കാം എന്നൊരു വിശ്വാസം തന്നെ ഇവിടെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്കോർ വളരെ കുറവായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഒരു 1-2 വീക്സിലെ എക്സാംസിൽ 600+ വീക്ക്ലി ടെസ്റ്റിൽ മാർക്കൊക്കെ വരുമായിരുന്നു. പക്ഷെ പിന്നെ 500 റേഞ്ചിലാണ് നിന്നത്. 400-500 അതിന് മുകളിലോട്ട് ഞാൻ ചുരുക്കം മാർക്ക് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ മോഡൽ എക്സാംസ് വരുമ്പോഴും ഇതേപോലെ തന്നെ 500 ആയിരുന്നു എൻ്റെ റേഞ്ച്, 580-600. അതിന് താഴെ മാർക്ക് മോഡൽ എക്സാംസിലെല്ലാം നിന്നുള്ളൂ. ലാസ്റ്റിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ ഓഫ് എക്സാം ഡേ എനിക്ക് 625 വരെ മാർക്ക്, ഈസി ഒരു എക്സാം നടത്തിയതിൽ 625 വന്നു. അതല്ലാതെ എനിക്ക് അതിലും വലിയ മാർക്ക് കിട്ടില്ല. ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടിയത് നീറ്റിനാണ്. അപ്പൊ അതായത് പൊതുവേ സാധാരണ എല്ലാവരും പറയുന്ന മോഡൽ എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഉള്ളൊരു മാർക്ക് നമുക്ക്, അതായത് ഫൈനൽ എക്സാമിന് കിട്ടുന്ന മാർക്കിന്റെ ഒക്കെ ഒരു റാങ്കിനനുസരിച്ചൊക്കെ ഉള്ള ഒരു സ്കോറൊക്കെയാണ്. പക്ഷെ ജയപ്രിയയുടെ കാര്യം പറഞ്ഞാൽ ആള് വെറൈറ്റി ആയിരുന്നു. ആ മോഡൽ എക്സാമിന്റെ സമയത്ത് ഒരു ഇച്ചിരി ആള് മാർക്ക് നമ്മള് ഓർത്തയിലും ഇങ്ങനെയൊക്കെ കുറച്ചൊന്ന് പമ്മി എന്ന് വെച്ച് നീറ്റിന്റെ എക്സാമിന് ആൾ ഒരൊറ്റ ഷൂട്ടൗട്ടായിരുന്നു. അത്രയും ഒരു ഡിഫറൻസ് ആണ്
ആണ് ഉണ്ടായത്. അതായത് മോഡൽ എക്സാമിന് അത്രയും കുറഞ്ഞിരുന്നെങ്കിലും പക്ഷെ ആള് നീറ്റിന്റെ എക്സാം വന്നപ്പം ഒട്ടും കൈവിട്ടില്ല, അടിച്ച് പൊളിച്ചങ്ങ് കയറി 660 മാർക്ക് തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ നമ്മളിപ്പം ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീട് എവിടെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഞങ്ങൾക്കറിയാം, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയോ? ഞാൻ ജനിച്ചത് പന്തളത്താണ്. എന്റെ സ്വന്തം നാടും കുടുംബമൊക്കെ പന്തളത്താണ്. പിന്നെ അതിന് ശേഷം അച്ഛൻ ആർമിയിലായിരുന്നുകൊണ്ട് പല സ്റ്റേറ്റിലും 13 സ്റ്റേറ്റ്സിലോളം ഞാൻ പല സ്കൂളുകളൊക്കെ മാറി പഠിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണ് ഇപ്പൊ സെറ്റിൽഡ്. എന്റെ 8ാമത്തെ സ്കൂൾ 4ാം ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ ആയിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് മങ്കാട്ടുകടവാണ് വീട് വാങ്ങിച്ച് ഇപ്പൊ അവിടെയാണ് സെറ്റിൽഡ്. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, എനിക്കൊരു അനിയനുണ്ട്. അവനിപ്പോ ഇവിടെ ബ്രില്യന്റിന്റെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് IIT JEE കൂത്താട്ടുകുളത്ത് മേരിഗിരി പബ്ലിക് സ്കൂളിൽ പഠിക്കുകയാണ്. പിന്നെ എനിക്കൊരു അപ്പൂപ്പൻ. ബാക്കി ഫാമിലി എല്ലാം സിബ്ലിങ്സിന്റെ കൂടെ തന്നെ ഉണ്ട്, അമ്മയുടെ സിബ്ലിങ്സിന്റെ കൂടെ തന്നെ. നമ്മൾ 5 പേരാണ് ഇപ്പോ വീട്ടില്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ പന്തളത്ത് ആണ് സ്വദേശം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ. അപ്പൊ അത്രയും ദൂരത്ത് നിന്ന് വന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നോ ഹോസ്റ്റൽ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും? ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ അമ്മയുടെ ഫീൽഡ് വെച്ച് ജൂഡോ ഒക്കെ പഠിച്ച, അങ്ങനെ ക്യാമ്പിനൊക്കെ ഒരു 5-10 ദിവസം ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഹോസ്റ്റൽ ലൈഫ് എന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ആളാണ്. പക്ഷേ ബ്രില്യന്റ് വന്നിട്ട് എനിക്ക് ഹോസ്റ്റൽ അന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുമായിരുന്നു കൊച്ചുനാളെ നമ്മൾ പറയുമല്ലോ ഹോസ്റ്റലിൽ വാർഡൻ സ്ട്രിക്റ്റ് ആയിരിക്കും, നിങ്ങളെ അങ്ങനെ ചെയ്യും, തുണി കഴിക്കുക, അതേ. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ചേച്ചിയമ്മയുടെ വീട്ടിലോട്ട് മാറി നിൽക്കുന്ന ആ ഒരു ഫീലേ വന്നിട്ടുള്ളൂ. ഒരു എല്ലാരും പറയുന്ന പോലെ ഒരു ഹോം, സെക്കൻഡ് ഹോം. അതിന്റെ എക്സ്പീരിയൻസ് അമ്മ തന്നെ പറയട്ടെ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു പറയുന്നത്. അതെ. അപ്പം നമ്മുടെ ജയപ്രിയയുടെ അമ്മയുണ്ട്. അപ്പൊ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ ഒരു ജേർണി? മാം, എനിക്ക് പറയാനാണെങ്കിൽ ഓരോ പേരൻസിനോടുമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എന്റെ മകളെ ബ്രില്യന്റിൽ ആക്കുന്നതിന് മുമ്പ് ഏകദേശം ഇന്ത്യക്കകത്ത് എല്ലാ സ്റ്റേറ്റും പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇപ്പൊ മോള് തന്നെ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് ആർമിയിലാണ്. പുള്ളി ഇപ്പൊ ട്രിവാൻഡ്രത്ത് കമാൻഡ് ചെയ്യാണ്. അദ്ദേഹം ആർമിയിൽ കേണലാണ്. ഞാൻ എന്റെ ഫീൽഡ് ജൂഡോയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് ദേശീയ വനിതാ റഫറിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിക്കും ടോട്ടലി മക്കളുടെ എഡ്യൂക്കേഷൻ വന്ന സമയത്ത് 12th കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു ഐഡിയ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതായത് എവിടെ കുഞ്ഞിനെ എന്തിലേക്ക് വിടും. സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ പറയും ഇഷ്ടംപോലെ ഡോക്ടറും എഞ്ചിനീയേഴ്സും ധാരാളം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകണ്ട. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ, എല്ലാവരും വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, അവളുടെ യഥാർത്ഥത്തിൽ ജാതകവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എൻ്റെ ഒരു ബ്രദറുണ്ട്, പുള്ളി സംസാരിച്ചിട്ട് വന്നു, ഇവൾക്ക് ശരിക്കും മെഡിക്കൽ ഫീൽഡിലാണ് പറഞ്ഞിരിക്കുന്നത്, നീ അതിലേക്ക് നോക്കിക്കോളാം. 12th ശേഷം ശരിക്കും എപ്പോഴും ചോദിക്കുമ്പോഴും ഞാൻ പറയാം എന്ത് പഠിക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഇവള് നല്ല ഉറക്കം, അത്യാവശ്യം 12th നല്ല മാർക്ക് വാങ്ങിക്കാൻ ഇതുള്ള കാലിബറുള്ള ഒരു കുട്ടി, മാർക്കും വരുമെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളതില്ല. അപ്പം വന്ന് ഉറങ്ങുന്നു. ഞാൻ എന്ത് ചെയ്തു, ബ്രില്യന്റിനെ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ വിട്ടു. പക്ഷെ അവിടെ ഉണ്ടായ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ, മോള് പഠിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് നോക്കരുത്, അവിടുന്ന് ഇങ്ങോട്ട് നോക്കരുത്, കുറച്ച് റെസ്ട്രിക്ഷൻ. ഇപ്പൊ ഞാൻ എന്റെ ഫീൽഡ് വെച്ചിട്ടും ഞാൻ ഇതേ ടീനേജ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, ഇപ്പം ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ആ ഒരു ഫ്രീഡം ഇല്ലാതെ നമ്മൾ പിടിച്ചു കെട്ടുന്ന ഒരു ഫീൽ എനിക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ അത് വേണ്ട, ഒരു 1 year കുട്ടിക്ക് എന്തായാലും അവൾക്ക് അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും അവൾക്ക് എവിടെ ഫ്രീഡം, അവൾക്ക് എല്ലാ അത്യാവശ്യം ഞങ്ങളിപ്പം ആർമിയുടെ ആ ഒരു സിവിലുമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഡേ നൈറ്റ് ഡിഫറെന്റ്. അപ്പം അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡോട് കൂടി എവിടത്തേക്ക് വേണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അന്വേഷിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ് മുഖേനയും എൻ്റെ ഫ്രണ്ട്സും ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രില്യന്റിനെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ ഇടയായപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് നെഗറ്റീവാണ്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് ബ്രില്യന്റിൽ നിന്നുണ്ടായ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ആസ് എ പേരന്റ് ഞാൻ പറയുന്നു, ഓരോ പേരന്റിനോടും എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ ബെസ്റ്റ് സെലക്ഷൻ ആയിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് നീറ്റ് എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ബ്രില്യന്റ് കൊണ്ടുവിടുക. കാരണം എൻ്റെ മകൾ പറഞ്ഞതിൽ ഒരു ഡൗട്ടും ഇല്ല, അവളുടെ സെക്കൻഡ് ഹോം തന്നെയാണ്. കാരണം എനിക്കൊരു മകളായതുകൊണ്ട് ശരിക്കും ഒരു പെൺകുട്ടി എന്ന രീതിയിൽ പല പ്രശ്നങ്ങൾ നേരിടാം. പക്ഷെ ബ്രില്യന്റിനെ സംബന്ധിച്ചോളം ഓരോ ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു അസുഖം വന്നാൽ പോലും അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കെയറിങ്. കാരണം ഒരു അമ്മ അവിടെ ഇല്ലാന്ന് ഒരു ഫീല് കുട്ടികൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഫുഡിനെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ആ കുട്ടികൾക്ക് ആ ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പേരന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെയും ഞാൻ ബ്രില്യൻറ്റിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ മകൾക്ക് ഇപ്പം MBBSന്റെ സെലക്ഷനിലേക്ക് അവർ എത്തിച്ചെങ്കിൽ എൻ്റെ മകനും നല്ല ഒരു ഫീൽഡ് അവർ തരുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിലൊരു ഡൗട്ടില്ല. നമ്മളെ ഒരു ആസ് എ പേരന്റ് എന്നുള്ള നിലയിൽ നമുക്കിപ്പം ഒരുപാട് കൺസേൺ ഉണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും ദൂരത്തോട്ട് കോട്ടയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. ഇപ്പൊ മാഡം പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്, മകളാണ്, നമുക്ക് എത്രത്തോളം എന്താ പറയുന്ന ഉത്കണ്ഠ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് സക്സസ്ഫുള്ളി പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. മാം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ശരിക്കും എനിക്ക് കിട്ടിയ ഞാൻ പറയുന്ന ഒരു ഫീഡ്ബാക്ക് അത് ടോട്ടലി എനിക്ക് എൻ്റെ മകളെ ബ്രില്യൻറ്റിൽ വരുന്നതിന് മുമ്പ് ഉള്ളതിന് ഏകദം ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഏതിലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ കൊണ്ടുവന്നിട്ട് അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ മകനായാലും മകളായാലും സേഫ് ആയിരിക്കും. കാരണം ലാസ്റ്റ് എക്സാമിന് 393 കിട്ടിയിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് തന്ന ഡയറക്ടേഴ്സ് തന്ന ആ ഒരു കോൺഫിഡൻസ്, കോർഡിനേറ്റേഴ്സ് തന്നത്, ടീച്ചേഴ്സ്, ഇവള് 100% ഇപ്രാവശ്യം MBBSന് കയറിയിരിക്കും. കാരണം അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി. കാരണം കിട്ടുന്നത് നമ്മുടെ കുട്ടികൾ പഠിച്ച് എക്സാം എഴുതുന്നത്. കാരണം ആ ഒരു കോൺഫിഡൻസിന് പേരൻസിന് തരിക എന്ന് പറഞ്ഞാല് അതെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മോഡൽ എക്സാംസ് കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു നിങ്ങളുടെ മോഡൽ എക്സാം പറയാൻ പറ്റില്ല മാം. കാരണം നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു, നമ്മുടെ കുട്ടികൾ ഇപ്പം എൻ്റെ മകളെ സംബന്ധിച്ചോളം 8 സ്കൂൾ കണ്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ശരിക്കും വരുന്നത്. അവിടുന്ന് പിന്നെ ഇനി മകളെ ചലിപ്പിക്കുക എന്നുള്ള ഒരു ഇതില്ല. ഇത് കിട്ടുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ ഇപ്പം എനിക്ക് ഇത്രയും മകളെ പഠിച്ചതും ഇന്ത്യക്കകത്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ കേരളത്തിലുണ്ടെന്ന് ഞാൻ ഒരിക്കലും ബ്രില്യൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് ഇപ്പൊ ബ്രില്യൻറ്റ് കുറെ ഇത് തന്നിട്ട് ഞാൻ ചെയ്യും അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ഓൺ എക്സ്പീരിയൻസ്. എൻ്റെ ഹസ്ബൻഡ് ഒരു KV പ്രോഡക്റ്റ് ആണ്, അദ്ദേഹം PG വരെ ചെയ്തതാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ലൈഫിന്റെ എഡ്യൂക്കേഷൻ്റെ അനുഭവം വെച്ചിട്ട് എൻ്റെ മോൾക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടു കൊടുത്തു. അവിടുന്ന് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടി. സെയിം മോനെയും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരാളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ അടുത്ത ആളെയും നല്ല വിശ്വാസപൂർവ്വം നമ്മളിവിടെ 100%. ആ ഒരു കോൺഫിഡന്റ് ആണ് എല്ലാ പേരൻസിനും വേണ്ടത്. കാര്യം ഇതുപോലെ ദൂരത്തുനിന്ന് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഒക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കൺസേൺസും എന്താ പറയാ ആശങ്കകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ പേടിക്കാൻ വേണ്ട, ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും സുരക്ഷിതമാണ്. അതെ, സേഫ് ആണ്, 100% സേഫ് ആണ്. ഒന്നും പേടിക്കാനോ ഒന്നുമില്ല. ഇപ്പം ഇതുപോലെ മോളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആള് ഇപ്പം ഇവിടെയുള്ള നമ്മുടെ സ്റ്റാഫൊക്കെ ആയിട്ടാണേലും പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും ആള് ഭയങ്കര കമ്പനിയാണ്. ആള് ഭയങ്കര പ്ലസന്റ് ആണ്. ഈ ഒരു പ്ലസന്റ് രീതിയിൽ തന്നെയാണ് ആള് എക്സാമിനെ ഫേസ് ചെയ്തതും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഒരു എക്സാമിന്റെ ഒരു കൺസേണിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരുന്നു മോളുടെ ഒരു ഫൈനൽ ടൈമിലെ പ്രിപ്പറേഷൻ? അതായത് മോഡൽ എക്സാമിന്റെ ടൈമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ആ സമയത്ത് മോള് 100% കൊടുക്കണ്ട, എന്നാൽ എന്തോ ഒരു ചെറിയൊരു മാർക്കിന്റെ വേരിയേഷൻ അവിടെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു 2024 ആ ഫൈനൽ എക്സാമിന് വന്നപ്പോൾ. അല്ല, അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് ശരിക്കും എനിക്കങ്ങനെ സ്റ്റഡി ഷെഡ്യൂളോ സ്ട്രാറ്റജിയോ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റൂംമേറ്റ്സിനും എല്ലാവർക്കും അറിയാം. എനിക്ക് പ്രത്യേകിച്ച് ടൈം ടേബിളോ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അന്നന്ന് പഠിപ്പിക്കുന്നത് ക്ലാസ്സിൽ ഞാൻ ഭയങ്കര അറ്റൻറ്റീവ് ആണ്. ലൈക്ക് ഐ യൂസ് ടു ലിസൺ എവറിത്തിങ്. ഞാൻ ഡൗട്ട് ചോദിക്കുന്നതിൽ ഒട്ടും അടിച്ചിട്ടില്ല. നമ്മുടെ പ്രൊഫസേഴ്സും ഡൗട്ട് ചോദിക്കുന്ന ഒരിക്കലും ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ കാരണം എന്ത് ചോദിച്ചാലും അതിനെ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനുശേഷം അതിലൊരു സംശയം വരാത്ത രീതിയിൽ. അപ്പോൾ ഡൗട്ട് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഷെഡ്യൂളിന്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നു, പഠിപ്പിക്കുന്നു. നോട്ട്സ് ഒക്കെ ക്ലാസ്സിൽ തന്നെ മിക്ക പ്രൊഫസേഴ്സും തരും. പിന്നെ NCERT നന്നായിട്ട് ഫോളോ ചെയ്യായിരുന്നു. റീഡിംഗ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും അധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് റീഡിംഗ് ആയിരുന്നു കൂടുതലും. പിന്നെ സാർ, നമ്മുടെ കോർഡിനേറ്റർ സാറുമാരാണ് ഇവിടെ ഏറ്റവും അധികം റോൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ അനീഷ് സാറും ബിജു സാറും ഒക്കെ ഭയങ്കര സപ്പോർട്ട്. അവരാണ് ഓരോ സ്റ്റെപ്പിലും ഓക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള സമയമായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ബ്രില്യൻ്റ് വരുന്ന മെറ്റീരിയൽ തന്നെ ഞാൻ പുറത്തുനിന്ന് ഒരു ബുക്ക് തൊട്ടിട്ടില്ല. റെഫറൻസിന് പോകുമായിരുന്നു. പക്ഷെ റെഫറൻസ് ഹോളിൽ പോയാൽ പോലും ഞാൻ വേറൊരു ബുക്ക് തൊട്ടിട്ടില്ല. ബ്രില്യൻ്റിന്റെ സ്റ്റഡി മെറ്റീരിയലും എൻ്റെ
NCERT ഇത് തന്നെ വെച്ച് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഫിംഗർ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. MCQs പ്രാക്ടീസിന്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ്. പക്ഷെ പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഗുണം എനിക്ക് എക്സാമിന്റെ മാർക്കിൽ കണ്ടു തുടങ്ങി. പിന്നെ വിടാതെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവിടുന്ന് മെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും നാള് പഠിച്ചെങ്കിലും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അത് ബ്രില്യന്റിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. 12th നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പഠിച്ചു, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിനെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ, ഒരു എൻട്രൻസ് എക്സാമിൽ എങ്ങനെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ആൻസർ കൊണ്ടുവരേണ്ടത്? കാരണം 4 ഓപ്ഷനിൽ ഒന്നേ കുത്താൻ പറ്റും. മറ്റേ നമ്മൾ സബ്ജക്റ്റീവ് അല്ലേ, നമുക്ക് മാർക്ക് കിട്ടും എഴുതുന്നതിന്. ഇതങ്ങനെയല്ല. കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു എക്സാം എഴുതണമെങ്കിലും എനിക്ക് മോളിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഇവള് പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നു, കുറെ ബുക്സ് വായിക്കുന്നല്ല, ഇത് ചെയ്യുന്നു. പക്ഷെ എന്ത് നമുക്ക് വേണം, ഇതുവരെ വേണം, അത് ബ്രില്യന്റ് കൊടുക്കുന്നുണ്ട്, ഒരു സംശയം വേണം. നമ്മൾ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിന്റെ ആ ഒരു കോർ ലെവലിൽ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാര്യം +2 വരെ എന്ന് പറഞ്ഞാൽ ഇവര് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അതിനെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് മാത്രം. യെസ്, അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ആൻസേഴ്സ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതാൻ പറ്റും. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഒരു ആൻസറേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങില് ഗ്രാഫ് ഒക്കെ നമ്മൾ ഇങ്ങനെ, ഇനി മെയിൻ ആയിട്ട് കുട്ടിക്ക് അറിയുന്നതിനേക്കായി മുന്നിൽ, അതും ബ്രില്യന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റൂല, കുട്ടിക്ക് അറിയുന്നതിനേക്കായി മുന്നിൽ പേരൻസിന് റിസൾട്ട് വരുന്ന ആ ഒരു രീതി, മെസ്സേജ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഗ്രാഫ് എങ്ങനെയാണ്, അപ്പൊ ഞാൻ ഇവളോട് തന്നെ പറയും, മോളെ ഗ്രാഫ് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്, വലിക്കാൻ പറ്റുമെങ്കിൽ നീ മേളോട്ട് കൊണ്ടുപോവുക, നിന്റെ കയ്യിലാണ് സ്കെയിലും പെൻസിലും. ദാറ്റ് മീൻസ് ഇവിടുത്തെ ടീച്ചേഴ്സും ബ്രില്യന്റ് നിന്റെ കൂടെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവളിപ്പം റെഫർ ചെയ്യാൻ പോകുന്ന ഒരു പറഞ്ഞു, ഇവിടുത്തെ ലൈബ്രറിയെ പറ്റി പറഞ്ഞാല് ശരിക്കും ബുക്സ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലോകം കേട്ടോ. റെഫറൻസ് ലൈബ്രറി, ഞാൻ റെഫറൻസ് ലൈബ്രറിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേറൊരു ലോകം. ഇപ്പൊ മെയിൻ ആയിട്ടൊരു ബിഗ് ലൈബ്രറി അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ അതിനകത്ത് കയറി നമ്മളൊന്ന് ഒരു ടേബിള് കണ്ടെത്തി അവിടെ ഇരുന്നാൽ മാത്രം മതി, നമ്മൾ അറിയാതെ നമ്മൾ പഠിച്ചു പോകും. കാരണം എനിക്ക് ലോങ് അവർ സ്റ്റഡിയുടെ ശീലവേ ഇല്ലായിരുന്നു. ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ കുത്തിയിരുന്ന് എഴുതുമായിരുന്നു, പക്ഷെ അല്ലാതെ പഠിക്കാനായിട്ട് ഞാൻ അങ്ങനെ കുത്തിയിരുന്ന പരിപാടിയൊന്നും, കാരണം ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. പക്ഷെ ബ്രില്യന്റ് വന്നതിന് ശേഷം ആ റെഫറൻസ് ലൈബ്രറിയിൽ ഓരോ കുട്ടികളും ഇരുന്ന് ശ്രദ്ധയോടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോകും. ശരിക്കും എന്നെ ആ റെഫറൻസ് ഒരു സൗകര്യം എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടെടുത്തോളം ബ്രില്യന്റ് വരുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രം മതി, ഫെസിലിറ്റിയും സപ്പോർട്ടും ഇവിടെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയ്ക്ക് സപ്പോർട്ട് സിസ്റ്റം, ബാക്ക്ഗ്രൗണ്ട് സിസ്റ്റം ഇവിടെ നന്നായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചാൽ മാത്രം മതി, നമ്മൾ ആ ഒരു പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായാലും മതി. ശരിക്കും 8 മണിക്ക് തുടങ്ങുന്ന റെഫറൻസിന് ഞാൻ അതിനെ അവർ 7:30 ആക്കി. ഞാൻ 6:45 കഴിയുമ്പോഴത്തേക്കും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ഞാനെനിക്ക് പോലും, എനിക്ക് ബ്ലൂ ബെൽസ് ആയിരുന്നു, നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും രാവിലെ, എനിക്ക് തോന്നുന്നു റെഫറൻസ് ലൈബ്രറി ഓപ്പൺ ചെയ്ത് ആന്റി വരുന്നതിന് പറയുന്നത് ഞാൻ എത്തുമായിരുന്നു. കാരണം നമുക്ക് വരാൻ തോന്നും, നമുക്ക് രാവിലെ എണ്ണിക്കാൻ ഒരു, അവിടെ റെഫറൻസിന് വന്നു തുടങ്ങിയുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ രാവിലെ അതിനു വേണ്ടിയിട്ട് അങ്ങ് എണ്ണിച്ചു പോകും. നമുക്കൊരു രാവിലെ എണ്ണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. തെറ്റ് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. സ്കൂളില് രാവിലെ ആയതുകൊണ്ട് എണ്ണിക്കായിരുന്നു, അല്ലാതെ ഒരു അവധി ദിവസം കിട്ടിയാൽ രാവിലെ എണ്ണിക്കുന്ന ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഞാൻ എണ്ണിക്കും, നമ്മള് സ്വന്തമായിട്ട് കുളിച്ച് റെഡിയായി നമ്മളിങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാവും. അതെ അതാണ്. അതായത് എനിക്കിപ്പം മനസ്സിലായിടത്തോളം മോളൊരു ഇപ്പം +2 ലെവല് ഉണ്ടായിരുന്ന പോലെ അല്ല, സ്റ്റഡി പാറ്റേണെ കംപ്ലീറ്റ് മാറി, എങ്ങനെ പഠിക്കണം, ഏത് രീതി പഠിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ മാം പറയാതിരിക്കാൻ പറ്റത്തില്ല ശിവൻ സാറിന്റെ കാര്യം. സാറിനെ സത്യം പറഞ്ഞാൽ ബ്രില്യന്റിന്റെ സാർ അസെറ്റാണ്. കാരണം സാറിന്റെ ഓരോ മോട്ടിവേഷൻ സ്പീച്ച്, സാറ് ഓരോ വീഡിയോസ് ഇടുന്നത് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യന്റിൽ ഇരുന്ന് നമുക്കൊരു ഇന്ററാക്ഷൻ, ഒരാൾ നമുക്ക് ഡയറക്റ്റ് ഗൈഡൻസ് തരണം. അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം കുട്ടി ഇനി MBBS കിട്ടിയോ ഇല്ല, ഇനി അതര ഫീൽഡിലേക്ക്, പക്ഷെ സാറിന്റെ മോട്ടിവേഷൻ അത് ശരിക്കും സാറ് ഓരോ പേരൻസിനും സാറ് ശരിക്കും ബാക്ക് ബോൺ ആണ്, ഞങ്ങളെ പോലുള്ള ഓരോ പേരൻസ്. തീർച്ചയായിട്ടും അത് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസും അതുപോലത്തെ എന്താ നിങ്ങളുടെ കൺസേൺസും ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതും. സാറിനെ പറ്റിയുള്ള ഒരാളിന്റെ നോളജ് മാം നമ്മൾ ശരിക്കും പലരോട് ചോദിക്കണം, അല്ലെങ്കിൽ നെറ്റിൽ തപ്പി അതും ഇത്. പക്ഷെ സാറിന്റെ ഒരു ക്ലാസ്സിൽ 100% നമുക്കൊരു പോയിന്റ് കിട്ടിയിരുന്നു.
നമ്മുടെ സംശയങ്ങളെല്ലാം എല്ലാം ക്ലിയർ ചെയ്യും. അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് വേറെ പോകണ്ട, ഒരു ഗൂഗിളും തപ്പണ്ട. ശിവൻ സാറിന്റെ ഒരു ഇത് മാത്രം അറ്റൻഡ് ചെയ്താൽ എന്താണ് MBBS എവിടെ വരെ എത്തിക്കണം, അതെ എന്താണ് ബ്രില്യന്റിന്റെ ഒരു ക്ലാസ്സിലേക്ക് വന്ന്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ബ്രില്യന്റ് എനിക്ക് കുറെ ഇതാക്കാനോ അല്ല അതിനല്ല, എന്റെ എക്സ്പീരിയൻസ്. യെസ് അതുകൊണ്ടാണ് എന്റെ മകനെ പോലും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്ത്യക്കകത്ത് എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ആർമി ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് ഇന്ത്യക്കകത്ത് എവിടെയും നിർത്താം. പക്ഷെ ഞാൻ എടുത്ത ചോയ്സ്, അതെ എന്റെ ഹസ്ബൻഡ് എടുത്ത ചോയ്സ്, യെസ് അത് ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. തെറ്റിയിട്ടില്ല. ഓരോ പേരൻസിനോടും എനിക്കതേ പറയാനുള്ളൂ. മക്കൾക്ക് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ മാത്രം മതി. പിന്നെ ഒരേ ഒരു കാര്യം കൂടെ പറയാനുള്ള, ഇന്നത്തെ കോമ്പറ്റീഷൻ ഫീൽഡ് വെച്ചിട്ട് കുട്ടികളെ കമ്പൽ ചെയ്യരുത്. അതെ അവരുടെ ഒരു അവരുടെ ടേസ്റ്റിന് വിട്ടുകൊടുക്കുക. പിന്നെ എനിക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ, ടീനേജിലുള്ള കുട്ടികളായതുകൊണ്ട് പേരൻസിന് ഒരു ഭയമുണ്ട്, കുട്ടി വഴുതിട്ട്. അത് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. മാമിന് എനിക്ക് തോന്നുന്നു ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഡീൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ഞാൻ ടീമിനെ കൊണ്ട് പോകുന്നതായതുകൊണ്ടും എനിക്ക് യാത്ര ചെയ്തുള്ളതും കുട്ടികളെ കോമ്പറ്റീഷൻ കൊണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നു, മാം, ഒരിക്കൽ പോലും ആ ടീനേജിലുള്ള ഒരു ആൺകുട്ടി അല്ലെ ഒരു പെൺകുട്ടി അല്ലെ നമ്മൾ കൊണ്ടൊരു വഴിക്ക് വിട്ടു, ഒരു വർഷത്തേക്ക് അവരെ വിട്ടിരിക്കുന്നു, അല്ലെ 10 months വിട്ടിരിക്കുന്നു, അവർ വഴിതെറ്റി അവരുടെ വേറൊരു റൂട്ടും, ഒരിക്കലും അത് ബ്രില്യൻ്റ് ഉണ്ടാവില്ല. അതെ അതെനിക്ക്, കാരണം അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ എന്റെ മോനെ കൊണ്ടുവന്ന് അതെ അതെ ബ്രില്യന്റ് തന്നെ തന്നു. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളിവിടെ വരുമ്പോ ഈ 12,000 കുട്ടികളും നമ്മുടെ ഏജ് ഗ്രൂപ്പാ. നമ്മള് പലരിൽ നിന്നും പല രീതിയിലും റീഫൈൻ ആയി പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നന്നായിട്ട് റീഫൈൻഡ് ആവും. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കും. നമ്മൾ ഇപ്പൊ ഞാൻ ശരിക്കും എന്റെ റൂംമേറ്റ്സിനെയും എന്റെ ക്ലാസ്മേറ്റ്സിനെയും കണ്ടു പഠിച്ച ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ സ്ട്രാറ്റജി അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഒരാള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് കാണുവാണെങ്കിൽ ഐ യൂസ് ടു ബി ഹാപ്പി ടു ആസ്ക് ദം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു തരും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണെങ്കിൽ പോലും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു ഓരോ ക്ലാസ്മേറ്റ്സും. അതെ എല്ലാവരും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ ഒരാളെ സഹായിക്കാൻ ഒരിക്കലും മടിച്ചിട്ടില്ല. ഞാൻ എന്റെ ഹോസ്റ്റലിൽ എനിക്ക് ഇപ്പോഴും അറിയാം, രാവിലെ എണ്ണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനെ അറിയിക്കും, ആ കുട്ടി രാവിലെ എണ്ണിച്ച് വന്ന് എന്നെ വിളിക്കും, എന്നിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കും, നമ്മൾ ഒരുമിച്ച് റെഫറൻസിന് വരും. അങ്ങനെ വരെ അതിൽ മെയിൻ ഇപ്പൊ പിള്ളേർക്ക് തമ്മിൽ ഈ ഒരു ഫീൽഡ് ആകുമ്പോൾ കോമ്പറ്റീഷൻ മൈൻഡ് വരും. പക്ഷെ ഇവിടെ അത് കണ്ടിട്ടില്ല. കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടും. എനിക്ക് അതറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്നാൽ ഒക്കുന്ന ഹെൽപ്പ്. അത് മാം ശരിക്കും പറഞ്ഞാല് കോർഡിനേറ്റേഴ്സിന്റെ മിടുക്കാണോ ബ്രില്യന്റിന്റെ ആരുടെ മിടുക്കാണോന്ന് അറിയത്തില്ല. ഇവിടെ വന്ന കോർഡിനേഷൻ ഭയങ്കര കോർഡിനേഷൻ ആണ്. കാരണം ഒരു പിയർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടേണ്ട സപ്പോർട്ടും കാര്യങ്ങളും, ഒരു ടോപ്പിക് മനസ്സിലായില്ലെങ്കിൽ പോലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഒരു മനസ്സ് ഓരോ ടോപ്പറിനും ഉണ്ട്. അപ്പൊ അവര് ഒരിക്കലും ഒരു സെൽഫിഷ് ആയിട്ട് ഒരു ഫീലിംഗ് എനിക്ക് ചെയ്തിട്ടേ ഇല്ല. നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നും, പഠിക്കാൻ ഒരു ഫീൽ വരും. ഒരു വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ബ്രില്യന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരിടത്തും കിട്ടൂല കേട്ടോ. ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹോസ്റ്റലിൽ വന്നപ്പോ എനിക്ക് ഇവിടെ ആദ്യമായിട്ട് മാറില്ല. അപ്പൊ ഞാൻ അന്ന് നിത്യ മിസ് ക്ലാസ് ടീച്ചർ മാം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, പൊക്കോ ഞങ്ങളില്ല ഇവിടെ. ആ ഒരു വേർഡ് തന്നെ മാം ശരിക്കും വാർഡനുമായിരുന്നു മാം. ശരിക്കും നമുക്ക് തരുന്ന ഒരു എന്താ പറയുന്ന ഒരു ശരിക്കും ഷുവർട്ടി, ധൈര്യമായിട്ട് പോകും. ആ ഒരു ഒറ്റ സെന്റൻസിൽ ത്രൂ ഔട്ട് ദ ഇയർ അല്ലെ, അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു ടൈമില് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അത് തന്നെ സാറ് ഇപ്പം നേവിയിലാണ്, ആർമിയിലാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മോളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോ സാറ് ഹാപ്പി ആയിരുന്നിരിക്കുമല്ലോ. 100% സാറിന്, കാരണം സാർ ഇവിടെ ഇല്ലാത്ത കാശ്മീർ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ഇടുന്നത്. അപ്പം ആദ്യം പുള്ളിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഒരു മീറ്റിംഗ് ശിവസാറിന്റെ കേട്ടു, ഇവിടെ വന്ന ഒരു പ്രാവശ്യം കണ്ടപ്പോ പുള്ളി തന്നെ പറഞ്ഞു, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് നമ്മുടെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇനി അവളുടെ കയ്യില്. കാരണം ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് അതിനുള്ള ടാലന്റ്, അവൾക്ക് അതിനുള്ള എനിക്ക് വേണം ആഗ്രഹം അതുണ്ടെങ്കിൽ അത് ബ്രില്യന്റ് കൊടുത്തിരിക്കും. അത് നമുക്ക് കിട്ടി. അതെ, വന്നപ്പോ തന്നെ നമുക്ക് ആ ഒരു ഉറപ്പ് മാം, അതിലൊരു ഡൗട്ട് ഇല്ല. കാരണം എനിക്ക് പിന്നെ ഒരേ ഒരു കാര്യം പറയാനുള്ളത്, പുറത്ത് കിട്ടുന്ന ഒരു, നമുക്ക് പുറത്തു നിന്നുള്ള ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എനിക്ക് ശരിക്കും ഇവിടെ വന്നപ്പം ശരിക്കും എനിക്ക് എന്തിനാണ് ബ്രില്യന്റിനെ അങ്ങനെ ഒരു നെഗറ്റീവിലേക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ടാവാം, എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഇവിടെ വന്ന് നന്നായിട്ട് പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയുടെ പാരന്റ് ഒരിക്കലും അങ്ങനെ പറയില്ല. ഇതിനെ കുറിച്ച് അറിവില്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോ. ഇവിടെ എന്താ സംഭവിക്കണെന്ന് ഇവിടെ വന്ന് അനുഭവിച്ചേ പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കോമൺലി ഇതിപ്പോ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ഇവിടെ ഇതിനകത്ത് കമ്പൽ ചെയ്യുന്നില്ല. ഒരു ടീച്ചേഴ്സ് പോലും ഞാൻ ബ്രില്യന്റിൽ ആരും നീ മാർക്ക് വാങ്ങിച്ചേ പറ്റൂ, ഈ പ്രാവശ്യം കയറിയേ പറ്റൂ, നിന്ന് വരെ ഒരാളുടെ വൈബ് കുട്ടികൾക്ക് ഭയങ്കര റിലാക്സേഷൻ പറ്റും
എന്നല്ലാതെ Support ചെയ്യും. പറ്റുമെന്നല്ലാതെ ചെയ്യണം എന്നൊരു വാക്ക് ഇതുവരെ. പക്ഷെ 1 മന്തിന്റെ ആ ക്രാഷ് കോഴ്സ് വെച്ചിട്ട് ഞാൻ പറയാണ്, എനിക്ക് പേടിയായിരുന്നു. അയ്യോ ഇത്രയും വലിയ സ്ട്രെസ് ആയിരിക്കോ. പക്ഷെ അത് മറികടന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ. പക്ഷെ അത് ടോട്ടലി പിള്ളേർക്ക് ഇത്രയും പഠിക്കാൻ ആഗ്രഹമുണ്ടോ ആ കുട്ടി കയറിയിരിക്കും. അത്ര റിലാക്സ് ആയിട്ട് അവർക്ക് അവരുടെ മെത്തേഡിൽ തന്നെ. പിന്നെ ഏത് സമയത്തും കിട്ടുന്ന ഗൈഡൻസ്, ഡൗട്ട് ക്ലിയറൻസ്, അതിന് എത്ര രാത്രി ആയിട്ടോട്ടെ സാറുമാര് ഫോൺ എടുത്തിട്ട് ടീച്ചേഴ്സ് ആവട്ടെ. അത് നമ്മുടെ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ അനീസ് സാറിനെ കാണാൻ പോകുമ്പോൾ സാർ ഇല്ലെങ്കിൽ ബിജു സാറായോ ടോം സാർ ആയാലും ജസ്റ്റിൻ സാർ ആയാലും ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അവർക്കറിയാം എന്തോ വിഷമത്തോടെ വന്നേക്കുന്നത്. നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അവരെ വിടത്തുള്ളൂ. എത്ര ബിസി ആണേലും നമുക്ക് വേണ്ടി ടൈം എടുക്കും ഓരോ കോർഡിനേറ്റേഴ്സും ഓരോ ടീച്ചേഴ്സും. അത് വലിയൊരു, അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ ബ്രില്യന്റിനോട് ഇത്ര ഒരു സ്നേഹം വന്നത്. എന്തോ കൂടെ നിന്ന് ഇവര് ഡൗൺ ആയാലും ബോൾഡ് ആക്കും. അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ ബ്രില്യന്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇനി നാളെ എന്തൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാലും അത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്റെ മോളത് നമ്മളിപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവളുടെ ഒരു കോൺഫിഡൻസ് ലെവല് അപ്പായി. എക്സാം ഫിയർ മാറ്റി തന്നു, ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിപ്പിച്ചു തന്നു. ഈവൻ ആന്റിമാര് പോലും ഇവിടുത്തെ ഓരോ സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയാലും ഇവിടുത്തെ ഓരോ ഗ്രൂപ്പിന്റെ ടീം മെമ്പേഴ്സ് ആയാലും ഇപ്പൊ യൂട്യൂബ് ആര് കണ്ടാലും നമ്മളെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കും ഒരു രീതിയെ എല്ലാവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പല ജില്ലകളിൽ നിന്ന്, പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഒരു ഗ്യാങ്, ഒരു വലിയൊരു ഇത് തന്നെ അതെ. എന്റെ സ്കൂളിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് 10 പേരോളം പല ബാച്ചുകളിലായിട്ട് ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, പല കോഴ്സിനായിട്ട്. പക്ഷെ അതിലും അധികം ഒരു ബോണ്ടിങ് ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ റൂംമേറ്റ്, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു, എന്റെ റൂംമേറ്റ് കാസർഗോഡ് നിന്നായിരുന്നു. അപ്പൊ ഫസ്റ്റ് റൂംമേറ്റ്, പിന്നെ ആ കുട്ടി ഓൺലൈനിലോട്ട് മാറിയപ്പോ വേറെ കുട്ടി വന്നു, അത് കോഴിക്കോട് നിന്നായിരുന്നു. അപ്പൊ എന്റെ ഫ്ലാറ്റിലും ഹോസ്റ്റലിലും ആയിട്ട് ബാക്കി എല്ലാ ജില്ലയിലും ഉള്ള കുട്ടികളും എല്ലാ രീതിയിലുള്ള കൾച്ചറും ഫുഡും, ചില അച്ചാറുകളായാലും ഒരു മടിയോട് നമ്മുടെ വേണോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ഇട്ടിട്ട് വിളമ്പിട്ട് പോകുന്ന ഒരു സ്നേഹമായിരുന്നു എല്ലാം. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് കഴിയുമ്പോൾ കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടും. അതായത് ഈ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം, പിന്നെ അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുക, നമുക്ക് തന്നെ നമ്മളെ സ്വയം വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമൊക്കെയാണ് ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണാണ്. വീട്ടിൽ നമ്മുടെ കംഫർട്ട് സോൺ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് മാത്രം. പക്ഷെ ഒരു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുറിച്ച് റിയലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കുട്ടികളിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് ഇവൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവള് കരഞ്ഞു, അമ്മ എനിക്കൊന്ന് കാണണം. അപ്പൊ ഞാൻ വന്നിട്ട് ഫസ്റ്റ് നമ്മള് കോർഡിനേറ്റേഴ്സിനെ കാണാൻ പോയപ്പോ മാഡം ധൈര്യമായിട്ട് പോകും, അവള് കേറിയിട്ടേ ഉള്ളൂ, അവള് കേറും, അവൾ ഈ വർഷം വാങ്ങിച്ചിരിക്കാം. ആ ഒരു സാറിന്റെ കോൺഫിഡൻസ് നമുക്ക് തരുന്നത്, കാരണം ആ ഒരു അഷ്വറൻസ് ശരിക്കും ധൈര്യം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിയെ അത്രത്തോളം ബ്രില്യന്റ് എടുത്തിട്ട് അത്രത്തോളം മനസ്സിലാക്കി ആ കുട്ടിക്ക് എന്താണോ പോരായ്മ അത് ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഇവിടെ ഇത്ര ഹാപ്പിയാന്ന് കണ്ടിട്ടാണ് ശരിക്കും എന്റെ ബ്രദറും ആ ഒരു ഡിസിഷൻ ഇങ്ങോട്ട് തന്നെ അവൻ ഒരു ദിവസം പറയുകയുണ്ടായി. നമ്മള് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ദിവസം അവൻ ഇങ്ങോട്ട് നമുക്ക് പോവാം, ഞാൻ പോവാം, ആ ഒരു രീതിയിൽ. കാരണം എന്റെ ഫീഡ്ബാക്ക് അങ്ങനെ ആയിരുന്നു, അവൻ കാണുന്നുണ്ട് ഞാൻ എത്ര ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് പോയേക്കാം. ഇപ്പൊ മേരിഗിരി സ്കൂളിൽ പഠിക്കുന്നു 12th ക്രാഷ് കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല, കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു. ബാച്ചിലല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചിയുടെ പാത തന്നെ തുടരുന്ന, അല്ലെങ്കിൽ ചേച്ചിയെ കണ്ട ഇൻസ്പയർ ആയിട്ട് വേറെ ഒന്നും നോക്കണ്ട, ഇനിയിപ്പോ വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോയേക്കാന്നുള്ളത് മോന്റെ കോൺഫിഡൻസ് തന്നെ ആള് വന്നതാണ്. പിന്നെ പാരന്റ്സും എല്ലാരും ഇത്ര സപ്പോർട്ട് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളും ഉറപ്പായിട്ട് നമ്മളെ കൂടെ. ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആർമിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓൾ ഇന്ത്യ നമ്മൾ കുറെ ഇത് കണ്ടു. അതില് ഞാൻ വീണ്ടും പേരൻസിനോട് പറയുന്നു, ബെസ്റ്റ് നിങ്ങളുടെ ചോയ്സ്, അതേ എനിക്ക് പറയാനുള്ളൂ. അതെ. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് വന്നിട്ട് എല്ലാരെയൊക്കെ കാണാൻ പറ്റിയോ? എല്ലാരും ഒന്നും കാണാൻ പറ്റില്ല, ഇന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായോണ്ട് കോർഡിനേറ്റേഴ്സിനെ എല്ലാം കണ്ടു, എന്റെ ക്ലാസ് ടീച്ചറിനെ കണ്ടു, പിന്നെ കുറച്ച് പ്രൊഫസേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയ്ക്ക് കണ്ടു. അതല്ലാതെ ഇനിയും വിക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോട്ടിവേഷൻ. നമുക്ക് പഠിക്കാൻ നേരം മുമ്പിൽ അവിടെ ഒരു വിക്ടറിയുടെ ഉണ്ട്, അതിനു വേണ്ടി നമ്മൾ പഠിക്കുന്നത്. കാരണം യൂട്യൂബിന്റെ ചാനൽ നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിന് മുമ്പ് പഠിച്ച ചേച്ചിമാരും ചേട്ടന്മാരും അവരൊക്കെ വിക്ടറിയുടെ എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് മിഡ്ഡേക്ക് നമുക്ക് തരുന്ന ഒരു അഷുറൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ അതെ. എല്ലാ രീതിയിലും. നിങ്ങൾക്ക് ഇപ്പം ഈ കാണുന്നവർക്ക് ഒരു ഇതുണ്ടാവും, ഒരുപാട് ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ് മാഡം, അതായത് പഠിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെ ഈ പുസ്തകപ്പുഴു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുക്ക് വേമിന് മാത്രമേ ഇത് പറ്റുന്ന ഒരു ഏർപ്പാടാണെന്നൊക്കെ ഒരു ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവാം. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. മാം അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, അതായത് മാർക്ക് ബേസിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഹോസ്റ്റലില്, അത് നമ്മുടെ കുട്ടികൾ പഠിച്ച് മിടുക്കരാണെങ്കിൽ അവർക്ക് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിലേക്ക് ബ്രില്യന്റിന്റെ ഫുൾ സപ്പോർട്ട്. കാരണം മോളുടെ തന്നെ 30% നമുക്ക് അന്ന് ഫീസിന്റെ സ്കോളർഷിപ്പ്. ശരിക്കും സാധാരണ ഒരു പേരന്റ് ആണ് അല്ലെങ്കിൽ സാധാരണ ഒരു ഫാമിലി ആണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ്. ഈവൻ ശരിക്കും ബ്രില്യന്റ് പോയി കണ്ടെത്തി കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊന്നും പുറത്തോട്ട് ആഗ്രഹം ഉണ്ടെന്ന് കാണുന്ന കുട്ടികളെ അങ്ങോട്ട് ചെന്ന് ബ്രില്യന്റ് പഠിപ്പിക്കുന്ന നമ്മൾ എത്രയോ പേര്. ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു ഇത് അറിയുമ്പോ തന്നെയും അവരെ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഡയറക്ടർ അത് ശരിക്കും ഞങ്ങൾ ബ്രില്യന്റ് വന്ന് കഴിഞ്ഞൊക്കെയാണ് അറിയുന്നത്. അതിനു മുമ്പൊന്നും പുറത്തോട്ട് പബ്ലിസിറ്റി ഇല്ല, അറിയില്ല. ഇപ്പൊ മോൾക്കാണെങ്കിൽ സ്കോളർഷിപ്പ് 30% മാർക്ക്, അവിടെ നല്ല മാർക്ക് ഉണ്ടായിട്ട് 30% സ്കോളർഷിപ്പിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് അത്ര ഒരു വലിയ തണലാണ്. കാരണം ഇപ്പൊ ചില ഫാമിലിയിൽ എല്ലാവർക്കും ഒന്നും അത് പഠിക്കുന്ന കുട്ടികൾ കാണും. അപ്പം പേരൻസിന് അറിയില്ല. നല്ല മാർക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ അവിടെയും ബ്രില്യന്റ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ക്യാഷിന്റെ ഇതായിട്ടും അതും ആൾക്കാർക്ക് ഇടയ്ക്ക് ഒരു അവയർനെസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇതാണ്, അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് അറിയുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. എല്ലാ പേരൻസിന്റെ അടുത്തുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ് എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വിടാം. അതിൽ കംപ്ലീറ്റ് അഷുറൻസ് ഞങ്ങൾ തരികയാണ്. ഡയറക്ടേഴ്സും നമ്മുടെ 4 ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ വർഷവും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം ജയപ്രിയയും മാഡവും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും. മോളെ ഇപ്പോൾ ഫൈനലായിട്ട് ഇപ്പം 2025 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ, അതായത് മോളുടെ ജൂനിയേഴ്സ് അല്ലെ? അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഞാനിങ്ങനെ ഒരിക്കലും ഇരുന്ന് പറയാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങള് ഈശ്വരിൽ വിശ്വസിക്കുക, അതെന്തായാലും ആവശ്യമാണ്. നമ്മള് പഠിത്തം മാത്രമല്ല, നമുക്കൊരു മെന്റൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണ്ട. എന്റെ ഫാമിലി നല്ല പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ എപ്പോഴും ഭഗവാൻ എന്നൊരു വിശ്വാസം, നിങ്ങൾ ഏത് ഈശ്വരനിലാണോ വിശ്വസിക്കുന്നത് അതിൽ മുറുകെ പിടിച്ചാൽ മതി. പിന്നെ പഠിക്കുക. നമ്മൾ ആ ഒരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന്. എനിക്കതായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്നെ അതിലോട്ട് എത്തിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്റെ മിടുക്കല്ല ശരിക്കും, ഞാൻ പഠിച്ചു ഉറപ്പാണ്. പക്ഷെ എനിക്ക് പുറകിൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എന്നെ സ്നേഹിക്കുന്ന പലരും, എൻ്റെ മാമനോ എൻ്റെ അപ്പൂപ്പൻ, ഇവരുടെയൊക്കെ പ്രാർത്ഥനയും ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേരൻസുമായിട്ട് നല്ലൊരു രീതിയിലായിരിക്കണം നമ്മുടെ എന്ത് ഷെയർ ചെയ്യുക. അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ നമ്മളോട് അത്ര അറ്റാച്ച്ഡ് ആവും. അവരുടെ പ്രാർത്ഥന നമുക്ക് ഡയറക്റ്റ് കിട്ടി തുടങ്ങും. ആ ഒരു എനർജി നമുക്ക് അറിയാൻ പറ്റും. അവർ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വിശ്വാസം വേണം, എനിക്ക് പറ്റും എന്നൊരു വിശ്വാസത്തിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഈശ്വരൻ വഴികാട്ടി തരും. ഇത്രേ പറയാനുള്ളൂ. ഇല്ല മാം, പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അവള് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ നമ്മളിൽ ടാലന്റ് ഉണ്ടോ, നമ്മളിൽ ഗുരുത്വം ഉണ്ടോ, ആ ബ്ലെസ്സിങ് തന്നെ വരും. നമ്മൾ മുന്നിൽ പോകും. എല്ലാ കുട്ടികളോടും പറയുന്നതിനേക്കാൾ എനിക്ക് പ്രത്യേകിച്ച് പേരൻസിനോടാണ്, നിങ്ങൾ ബ്രില്യൻ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഗുഡ് ഡിസിഷൻ. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തായാലും നീറ്റ് ചിലപ്പോൾ MBBS എഞ്ചിനീയറിംഗിലോ കിട്ടിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ പോയാൽ പോലും ആ കുട്ടികൾ ബാക്കിലോട്ട് പോവില്ല. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അവരുടെ ഒരു ഡിസിപ്ലിൻ, അത് 100% ബ്രില്യൻ്റ് തരും. കാരണം ആർമി ഫാമിലിന്ന് ആർമി ലൈഫിൽ വളർന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നു. ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇപ്പം ജയപ്രിയ പറഞ്ഞ പോലെയും മാം പറഞ്ഞ പോലെ തന്നെയും 100% നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് ഇവിടെ വരിക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ 2025 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്റ്റുഡൻസിന്റെ മോട്ടിവേഷൻസ് കേട്ട്
ഇരുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ, എനിക്ക് 2023 നീറ്റില് 393 മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എനിക്ക് 660 വരെ ബ്രില്യന്റിന്റെ സഹായത്താൽ എത്താൻ പറ്റിയെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കഴിവുള്ളതും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുമാണ് എന്തായാലും കയറി വരാൻ പറ്റും, ഉറപ്പാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കും, നമുക്ക് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന ഇത് തന്നെ. ആർക്കും പറ്റിയല്ലാത്ത ഒന്നുമില്ല. നമ്മളിൽ ടാലന്റ് ഉണ്ട്. നമ്മളിൽ വിശ്വസിച്ചാൽ മതി. നമ്മളത് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കാവുന്ന കേസേ ഉള്ളൂ. സോ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് കരുതുന്നു. എല്ലാവരോടും ഓരോരുത്തരോട് എണ്ണി പറയാനാണെങ്കിൽ ഇന്ന് തീരുമല്ല. എല്ലാവരോടും കിച്ചൺ നിൽക്കുന്ന സ്റ്റാഫ് മുതൽ ഡയറക്ടേഴ്സ് വരെ എല്ലാവർക്കും നന്ദി. ഇനി എങ്ങനെ എനിക്ക് ബാക്കി പറയണം വാക്കുകളില്ല. ഓക്കെ, ഞങ്ങളുടെ ഭാഗത്തു നിന്നും താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. ആൻഡ് എന്താ പറയാ, മോളുടെ കാര്യത്തിന് എല്ലാ രീതിക്കും ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് ആളെ ഏൽപ്പിച്ച് ഞങ്ങൾ ഇപ്പൊ സക്സസ്ഫുള്ളി തിരിച്ചു അടുത്ത ഒരാളെ കൂടെ തന്നിട്ടുണ്ട്. അതെ അതെ അതെ, അടുത്ത ആളെയും കൂടെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോ ഇതുപോലെ തന്നെ ബാക്കി മോന്റെ കാര്യങ്ങൾ, മോളുടെ ഇനിയും ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എല്ലാം ഇപ്പൊ ഇന്ന് തന്നെ ശിവൻ സാറുമായിട്ട് കാണാനും അലോട്ട്മെന്റിന്റെ പ്രോസസ്സും ഈവൻ അഡ്മിഷൻ ആവുന്നിടം വരെയും ഇവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം അത് ഉറപ്പാണ്. കാരണം നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അവർ അഡ്മിഷൻ ആയിട്ട് പോലും ഇന്നും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സാറുമാർ. മെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതും പേരൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോളേജ് ഏത് ചൂസ് ചെയ്യണം നമുക്കറിയില്ല. അതുപോലെ ഇന്ന് നമ്മൾ ഇവിടെ വന്നപ്പോ പറഞ്ഞു അഡ്മിഷൻ ദിവസം നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഇനി പോരെ, ഞങ്ങൾ ചെയ്തു തരാം. അതാണ് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് സപ്പോർട്ട്. ഒരു എക്സാമിന്റെ അവിടെ വരെ തീരുന്നതല്ല ഞങ്ങൾ, അതിക്കപ്പുറം എന്ന് പറയില്ല, അവിടെ വരെ ഉണ്ട് ബ്രില്യൻസ്. അതാണ് നിങ്ങളുടെ അഡ്മിഷന്റെ കാര്യങ്ങൾ. അവിടെ നിങ്ങൾ ഒരു സ്റ്റേജിൽ ഒരു പൊസിഷനിൽ എത്തിച്ചേ ഞങ്ങൾ തീർച്ചയായിട്ടും. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു റാങ്ക് കിട്ടി പുറത്തിറങ്ങി ഇനി നിങ്ങളുടെ അല്ല, അവരെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് ഡോക്ടർ ആക്കുന്നിടം വരെ. അതാണ്. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നല്ലൊരു ഡോക്ടറായിട്ട് സൊസൈറ്റിക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരുപാട് എന്താ പറയാ ആളുകൾ ആരാധിക്കാൻ പോകുന്നൊരു ഡോക്ടറായാൽ മാറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബ്രില്യന്റ് ഫാമിലി മൊത്തത്തിൽ മോൾക്ക് നല്ലൊരു വിഷയം നേരുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.